ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, പ്രഭാഷകൻ 3:17-18 നീ എത്രത്തോളം ഉന്നതനാണോ, നീ എത്രത്തോളം ഉന്നതയാണോ അത്രത്തോളം നീ വിനീതയായിരിക്കുക. അപ്പോൾ നീ കർത്താവിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതനാകും. കർത്താവ് തന്നെ പറഞ്ഞതല്ലേ, ഞാൻ നിങ്ങളുടെ ഗുരുവും നാഥനുമൊക്കെയാണ്. ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. കർത്താവിന് പിതാവിൻ്റെ കൃപ കിട്ടാൻ കാരണം ഈ വിനീത അവസ്ഥയാണ്. യോഹന്നാൻ അതുകൊണ്ടല്ലേ പറഞ്ഞത്, ദൈവവുമായിട്ടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ താഴ്ത്തി മനുഷ്യൻ്റെ രൂപം പ്രാപിച്ച് വിനീതനായി. അതുകൊണ്ട് എന്നും പിതാവിൻ്റെ കൃപയ്ക്ക് പാത്രീഭൂതനായി. നമുക്കും അതേ വിളിയാണ് ദൈവം തരുന്നത്. അതുകൊണ്ട് ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കും വിനീതരാകാം, എളിയ ശുശ്രൂഷയിലേക്ക് വരാം. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സർവശക്തനായ ദൈവം നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ. ആമേൻ.